നേപ്പാളിൽ പ്രക്ഷോഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നേപ്പാളിലെ സർക്കാർ ഒരൊറ്റ തീരുമാനത്തിലൂടെ എല്ലാ സോഷ്യൽ മീഡിയ ആപ്പുകളും നിരോധിച്ചു. പിന്നെ ജൻസി യുവാക്കൾ തെരുവിലിറങ്ങി, അതുപോലും വൺ പീസ് ഫ്ലാഗ് പിടിച്ചുകൊണ്ട്. വാഹനങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്നു. പ്രക്ഷോഭങ്ങൾ പാർലമെന്റിനെ ആക്രമിച്ച് സൈന്യത്തെയും പോലീസിനെയും കല്ലെറിഞ്ഞു തുരത്തി. പക്ഷേ ഈ പ്രക്ഷോഭം വെറും സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയുള്ളതല്ല. ഇത് അഴിമതിക്കെതിരെയും ബന്ധുപ്രത്യാഘാതത്തിനെതിരെയും നേപ്പാളിന്റെ സർക്കാരിനെതിരെയും നടന്നതാണ്. ഈ പ്രക്ഷോഭം ഇങ്ങനെ വലിയ തരത്തിലേക്ക് പോയി സർക്കാർ തന്നെ വീണു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കണ്ടാൽ വെടിവെക്കുക എന്ന ഉത്തരവ് നൽകിയിരുന്നു. നേപ്പാളിന്റെ പ്രധാനമന്ത്രി രാജിവെച്ചു കഴിഞ്ഞു. അവരുടെ വസതിക്ക് തീയും വെച്ചു. വലിയ വലിയ പ്രശ്നങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ നേപ്പാൾ മാത്രമല്ല, ഏഷ്യയിലെ പല രാജ്യങ്ങളും ഒരേപോലെ സംഭവിക്കുന്നു. ആദ്യം വിദ്യാർത്ഥികൾ പ്രക്ഷോഭങ്ങൾ തുടങ്ങുന്നു, അത് കലാപമാകുന്നു, പിന്നെ സൈന്യം ഇടപെടുന്നു, ഒടുവിൽ സർക്കാർ തന്നെ വീഴുന്നു. ഇത് ഒരു പാറ്റേണായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പലരും ഭയപ്പെടുന്നത് ഇതേ സംഭവം തന്നെ. ഇതേ മോഡൽ ഇന്ത്യയിലും ആവർത്തിക്കുന്നുണ്ടോ? കാരണം ഇന്ത്യയിൽ പോലും വലിയൊരു ജനസംഖ്യ ജൻസി വിഭാഗങ്ങളാണ്. തൊഴിലില്ലായ്മ, അഴിമതി, ബന്ധുപ്രത്യാഘാതികാരം, രാഷ്ട്രീയക്കാരുടെ ആഡംബര ജീവിതം, ഇതെല്ലാം ആളുകളെ ഇതിനകം തന്നെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്ത് വെറും വിനോദസഞ്ചാരത്തിന് മാത്രമായിട്ടുള്ളതല്ല, അത് ജനങ്ങളുടെ ഒരു ശക്തി തന്നെയാണ്. അവരുടെ വാക്കു സ്വാതന്ത്ര്യത്തിന്റെ ആയുധമാണ് സോഷ്യൽ മീഡിയ. അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് തീപിടിച്ച പെട്രോൾ സ്റ്റേഷനിലെ തീയേറ്റുന്നത് പോലെയാണ്. നേപ്പാളിൽ നടന്ന സംഭവം ഇന്ത്യക്കും ഒരു മുന്നറിയിപ്പാണ്. സർക്കാരുകൾക്കായി ഏറ്റവും വലിയ ഒരു മുന്നറിയിപ്പ്. പിന്നീട് സംശയം ഉയരുന്നത്, ഈ പ്രക്ഷോഭം ശരിക്കും ജനങ്ങളുടേത് തന്നെയാണോ, അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് ആണ് പിന്നിൽ നിന്ന് ഫണ്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം. നേപ്പാൾ ചൈനയുടെ അടുത്തേക്ക് പോകാതിരിക്കാൻ, പിന്നെ അതിൻ്റെ മുഴുവൻ കുറ്റവും ഇന്ത്യക്കുമേൽ ചാർത്താനായിട്ടാണോ ഈ പ്രക്ഷോഭം? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി ഒരു പാറ്റേൺ വ്യക്തമായി കാണാം നമുക്ക്. ഒരു രാജ്യത്ത് ആദ്യം വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം തുടങ്ങും, പിന്നെ അത് കലാപങ്ങളായി മാറും, സൈന്യവും അവരെ തന്നെ പിന്തുണക്കും, ഒടുവിൽ സർക്കാർ വീഴുന്നു. ബംഗ്ലാദേശിൽ ഇങ്ങനെ സംഭവിച്ചു. ഇപ്പോൾ ഇന്തോനേഷ്യയിലെ നേപ്പാളിലും ഇതേ അവസ്ഥ തന്നെയാണ്. ഉടൻ ഇന്ത്യയിലും സംഭവിക്കുമോ എന്ന ആശങ്കയുണ്ട്. ഏഷ്യ മുഴുവൻ ഒരേപോലെ പാറ്റേൺ ആവർത്തിക്കുന്നത് വെറും യാദൃശ്ചികമാണെന്ന് പറയാനാകുമോ, അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റിന്റെ നീക്കമാണോ? ഒരു ട്വീറ്റിൽ എഴുതിയിട്ടുണ്ട്, നേപ്പാൾ മരിക്കുന്നു, ബംഗ്ലാദേശ് ചൈനയുമായി സൗഹൃദം പുലർത്തിയപ്പോൾ അവിടുത്തെ സർക്കാർ വീണു. ശ്രീലങ്ക കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബാങ്ക്രപ്റ്റായി, അത് ചൈനയുടെ സുഹൃത്ത് രാജ്യം തന്നെ. ഇപ്പോൾ നേപ്പാളും അതേ വഴിയിലേക്കാണ് പോകുന്നത്. ഇതെല്ലാം വെറും യാദൃശ്ചികമാണോ എന്ന് പറയാൻ ആർക്കും കഴിയില്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ന് നേപ്പാളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന്. എല്ലാ വലിയ പ്രക്ഷോഭങ്ങൾക്കും ഒരു ട്രിഗർ കാരണമാകാറുണ്ട്. നേപ്പാളിലെ കേസിൽ അത് സോഷ്യൽ മീഡിയ നിരോധനമായിരുന്നു. 2025 ഓഗസ്റ്റ് 25 നേപ്പാളിലെ സർക്കാർ അറിയിച്ചു, എല്ലാ സോഷ്യൽ മീഡിയ ആപ്പുകളും 7 ദിവസത്തിനുള്ളിൽ സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണം. നേപ്പാൾ പറഞ്ഞത്, ഓരോ സോഷ്യൽ മീഡിയ കമ്പനിക്കും നേപ്പാളിൽ അവരുടെ പ്രതിനിധികളെ ഇരുത്തണം. എന്തെങ്കിലും വിവാദമുണ്ടായാൽ അവർ സർക്കാരുമായി സഹകരിക്കുകയും വേണം. സെപ്റ്റംബർ 4 നേപ്പാളിലെ സർക്കാർ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, യൂട്യൂബ് ഉൾപ്പെടെ 26 ആപ്പുകൾ നിരോധിച്ചു. പക്ഷേ ടിക്ടോക്ക് ഇപ്പോഴും ലഭ്യമായിരുന്നു. അമേരിക്കൻ ആപ്പുകൾ നിരോധിച്ചപ്പോൾ ചൈനീസ് ആപ്പുകൾ തുടരുന്നത് എല്ലാവർക്കും ശ്രദ്ധേയമായ ഒരു കാര്യമായി. സെപ്റ്റംബർ 5 നേപ്പാളിന്റെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും പല പത്രപ്രവർത്തകരും ഈ നീക്കത്തെ അത്യന്തം തെറ്റായ നടപടി എന്ന് വിശേഷിപ്പിച്ചു. സുപ്രീം കോടതിയിലും കേസുകൾ ഫയൽ ചെയ്തു. സെപ്റ്റംബർ 8 നേപ്പാളിൽ വൻ പ്രക്ഷോഭം പുറപ്പെട്ടു. പാർലമെന്റിനുമേൽ പോലും ആക്രമണം നടന്നു. സെപ്റ്റംബർ 9 വാർത്തകളിൽ വന്നു, പ്രധാനമന്ത്രി ഓളി രാജിവെച്ചു. നേപ്പാളിലെ സൈന്യാധിപൻ നേരിട്ട് പറഞ്ഞതായിരുന്നു, നിങ്ങൾ രാജിവെക്കണമെന്ന്. അതുപോലെ തന്നെയായിരുന്നു ബംഗ്ലാദേശിൽ സംഭവിച്ചത്. നേപ്പാളിലെ സർക്കാർ ആഗ്രഹിച്ചത് സോഷ്യൽ മീഡിയ കമ്പനികൾ സർക്കാരുമായി സഹകരിക്കണം, വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നവരെ കണ്ടെത്താൻ സഹായിക്കണം. ഇന്നത്തെ ഇന്റർനെറ്റ് കാലത്ത് സത്യം ചെരുപ്പിട്ട് കെട്ടി നടക്കും മുമ്പ് കള്ളവാർത്ത ലോകം മുഴുവൻ ചുറ്റിക്കളയും. അതിൻ്റെ ഉറവിടം പോലും അറിയാൻ കഴിയില്ല. കാരണം ആരും ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി പോലും വാർത്തകൾ പരത്താൻ സാധിക്കും. നേപ്പാളിന്റെ സർക്കാരിന്റെ ഈ കാഴ്ചപ്പാട് അനുസരിച്ച് അവർ ആഗ്രഹിച്ചത് സോഷ്യൽ മീഡിയ കമ്പനികൾ സർക്കാരിൽ രജിസ്റ്റർ ചെയ്ത് വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും ഓൺലൈൻ തട്ടിപ്പുകളും തടയാൻ സഹായിക്കണം എന്നത് മാത്രമായിരുന്നു.
പക്ഷേ മറുവശം നോക്കുമ്പോൾ സർക്കാരിന്റെ വിമർശകർ പറയുന്നത് ഇത് ജനങ്ങളുടെ വാക്ക് സ്വതന്ത്രം പിടിച്ചടക്കാനുള്ള നീക്കമാണെന്നാണ്. ഇത് ക്യാമ്പയിൻസ് അല്ല, ഇത് സെൻസർഷിപ്പാണ്, മാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള വലിയ ഗൂഢാലോചന. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വെറും സുഹൃത്തുക്കളുമായി ഫോട്ടോ ഷെയർ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം മാത്രമല്ല, സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനും അത്യാവശ്യം ചെറിയ ബിസിനസ്സുകൾക്ക് പോലും മുഴുവനായും സോഷ്യൽ മീഡിയ ആശ്രയിക്കേണ്ടി വരുന്നു. വാട്സപ്പ് നിരോധിച്ചപ്പോൾ ജനങ്ങൾക്ക് തോന്നിയത് അവരുടെ അടിസ്ഥാന വാക്ക് സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണ് എന്നതാണ്. കുടുംബവുമായി പോലും ബന്ധപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു. ഇവിടെ പ്രധാനമന്ത്രി ഓളി ചെയ്ത വലിയൊരു തെറ്റ് ജനങ്ങളുടെ ആശങ്കകളെ സമയത്ത് പരിഗണിക്കാതിരുന്നതാണ്. എത്ര പേർ സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ ബിസിനസ് നടത്തുന്നു എന്ന് അദ്ദേഹം അറിഞ്ഞില്ലായിരുന്നു. ഒരാൾ ചെറിയൊരു ഹോം സ്റ്റേ നടത്തുന്നത്, ഇൻസ്റ്റഗ്രാം വഴി അത് പ്രൊമോട്ട് ചെയ്യുന്നത്, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ സാധനങ്ങൾ വിറ്റയക്കുന്നത്, വാട്സപ്പ് വഴി വിദേശ സഞ്ചാരികളുമായി ബന്ധപ്പെടുന്നത്, ഇതെല്ലാം യഥാർത്ഥമായിരുന്നു. പക്ഷെ ഓളി പറഞ്ഞു, 2-4 പേർക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്കത് കാര്യമല്ല. പാർലമെന്റിന് മുന്നിൽ ആയിരക്കണക്കിന് നേപ്പാളി വിദ്യാർത്ഥികളും ജൻസി യുവാക്കളും കൂടി വിളിച്ചു പറഞ്ഞു, അഴിമതി അവസാനിപ്പിക്കൂ, സോഷ്യൽ മീഡിയയല്ല ഞങ്ങളുടെ വിഷയമെന്ന്. പ്രക്ഷോഭം ഹിംസാത്മകമായപ്പോൾ സൈന്യത്തിന്റെ സഹായം തേടേണ്ടി വന്നു. അതിൽ 19 പേർ കൊല്ലപ്പെട്ടു, 340-ലധികം പേർക്ക് പരിക്ക് പറ്റി. വ്യക്തമാണ്, ഇത് വെറും സോഷ്യൽ മീഡിയയെക്കുറിച്ചല്ല. നേപ്പാളിൽ ഇതിനകം തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വലിയ തോതിലുള്ള തൊഴിലില്ലായ്മ, അതുകൊണ്ട് ദിവസേന 2000-ഓളം പേർ രാജ്യം വിട്ട് തൊഴിൽ തേടി പുറത്തേക്ക് പോകുന്നു. പലരും സ്വയം തൊഴിൽ ചെയ്യുന്നവരാണ്. അവർ സോഷ്യൽ മീഡിയയെ ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നു. നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കൂ, ഇവിടെ എത്ര പേർ തൊഴിൽ രഹിതരാണ്. വെറുതെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം, അത്രയും പണങ്ങൾ സ്വരൂപിക്കാൻ സാധിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ അതുപോലെ തന്നെ നേപ്പാൾ സർക്കാർ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറായില്ല. അവർക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ച് ജനങ്ങളുടെ മാർഗങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരു അവകാശവുമില്ല. ഇതായിരുന്നു പ്രക്ഷോഭത്തിന് കാരണമായ ട്രിഗർ. ഒടുവിൽ ഇതുതന്നെ പ്രധാനമന്ത്രി ഓലിയെ രാജിവെക്കാൻ നിർബന്ധിതനാക്കി. സത്യത്തിൽ ഇതെല്ലാം അതിവേഗത്തിൽ നടന്നു. ആർക്കും പ്രതികരിക്കാൻ സമയമില്ലാതെയായി. ഇപ്പോൾ ചോദ്യമാകുന്നത് പ്രധാനമന്ത്രി ഓളി ചെയ്ത പ്രധാനപ്പെട്ട തെറ്റുകൾ എന്തൊക്കെയാണെന്നാണ്. ഇതെല്ലാം ഇന്ത്യയിലും ചെയ്ത കാര്യങ്ങളാണോ? ആദ്യത്തെ തെറ്റ്, അനാവശ്യമായ ആവശ്യങ്ങൾ. ഒരു സോഷ്യൽ മീഡിയ കമ്പനി സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണം, പ്രതിനിധികളെ ഇരുത്തണം, അവർ അക്കൗണ്ടബിൾ ആകണം. ഇത് സാധാരണമായ ഒരു ആവശ്യമാണ്. ഇത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവണം. ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കമ്പനികളെ ആരും ഉത്തരവാദികളാകില്ല. അവർ തങ്ങളുടെ മനഃപൂർവ്വം പ്രവർത്തിച്ച് എല്ലാത്തിനും കൈകഴുകും. സോഷ്യൽ മീഡിയ കമ്പനികൾ ചാരിറ്റി ചെയ്യുന്നില്ല, ഇത് ഒരു ബിസിനസ്സാണ്. ഒരു രാജ്യത്ത് അവർക്ക് പ്രവേശനം കിട്ടുന്നില്ലെങ്കിൽ ചില നടപടികൾ പാലിക്കേണ്ടതുണ്ട്. യൂട്യൂബ്, മെറ്റ പോലുള്ള കമ്പനികൾക്ക് ഇന്ത്യയിലും ഓഫീസുകളുണ്ട്. അതിനാൽ ആവശ്യങ്ങൾ അനാവശ്യമായതല്ല, പക്ഷേ സമയമാണ് തെറ്റിയത്. 7 ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം നടത്തുക അസാധ്യമായിരുന്നു. അത് കംപ്ലയിൻസ് പ്രശ്നം പോലെ തോന്നാൻ സർക്കാർ ഉദ്ദേശത്തോടെ അവതരിപ്പിച്ചു. ഒടുവിൽ അവർക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കാനുള്ള കാരണം കിട്ടി. രണ്ടാമത്തെ തെറ്റ്, ചൈനയുടെ പക്ഷം പിടിച്ചത്. ഡീപ് സ്റ്റേറ്റിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും വ്യക്തമായിരുന്നു, അമേരിക്കൻ സോഷ്യൽ മീഡിയ ആപ്പുകളാണ് നിരോധിച്ചത്, ചൈനീസ് ആപ്പുകളൊന്നുമല്ല. ചൈനയുടെ പക്ഷം പിടിക്കുന്നത് ഡീപ് സ്റ്റേറ്റിനെ പ്രകോപിപ്പിക്കുന്നു. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെ. എങ്കിലും നേപ്പാൾ അതുതന്നെ ചെയ്തു. ചൈന തന്റെ ശക്തി കാണിച്ചപ്പോൾ അമേരിക്കയും തന്റെ ശക്തി കാണിക്കുമല്ലോ. ഡീപ് സ്റ്റേറ്റ് പ്രവർത്തനക്ഷമമായി പ്രക്ഷോഭങ്ങളുടെ പേരിൽ സർക്കാരിനെ വീഴ്ത്തി. മൂന്നാമത്തെ തെറ്റ്, ട്രിഗർ തിരിച്ചറിയാത്തത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ നിരോധിച്ചതുകൊണ്ട് ജനാധിപത്യ സർക്കാരാണ് വീണത് എന്ന് തോന്നും. അത് എത്രത്തോളം മൂഢമാണെന്ന് തോന്നാം. പക്ഷെ ലോകത്ത് അതിലും മൂഢമായ കാരണങ്ങളിൽ പോലും സർക്കാർ വീണിട്ടുണ്ട്. ട്രിഗർ ഒരു വലിയ പ്രശ്നങ്ങളെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ചെറിയ ചിറകാണ്. നേപ്പാളിലെ വലിയ പ്രശ്നങ്ങൾ, അഴിമതി, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, സോഷ്യൽ മീഡിയകളിൽ രാഷ്ട്രീയക്കാരുടെ മക്കളുടെ ആഡംബര ജീവിതത്തിന്റെ വീഡിയോകൾ വൈറലായത്, അത് കണ്ടപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി സർക്കാർ പൊതുജനങ്ങളുടെ പണമെടുത്ത് അവരുടെ മക്കൾക്കായി ഉപയോഗിക്കുന്നു എന്ന്. പൊളിറ്റീഷ്യൻസ് നെപ്പോ ബേബി നേപ്പാൾ എന്ന ഹാഷ്ടാഗ് പോലും അവിടെ വൈറലായി. ഇതുകൊണ്ട് ബന്ധുപ്രത്യേകാധികാരത്തിന്റെ ജനങ്ങളിൽ വലിയ രോഷമുണർന്നു. അതിനെ പുറത്തു കൊണ്ടുവരാനുള്ള ഏക മാർഗം സോഷ്യൽ മീഡിയ നിരോധനമായിരുന്നു സർക്കാർ കണ്ടത്. പിന്നെ സംഭവിച്ചത്, ജനങ്ങളുടെ കൂട്ടിച്ചേർത്ത അസ്വസ്ഥതകളെല്ലാം പൊട്ടിത്തെറിക്കുകയായിരുന്നു.
ജനങ്ങൾ പുറത്തു കടന്ന് പ്രതിഷേധിച്ചു. കലാപമായി. പാർലമെന്റ് ആക്രമിച്ചു. പ്രധാനമന്ത്രിയുടെ വീട് തീ കൊളുത്തി. പോലീസിനെയും സൈന്യത്തെയും നേരിട്ട് ഏറ്റുമുട്ടി. സാമ്പത്തിക മന്ത്രിയെ തെരുവിൽ പിടിക്കപ്പെട്ടു. ജനങ്ങൾ ചെരുപ്പുകൊണ്ട് അടിച്ചു. ജനങ്ങളുടെ കോപം അത്രത്തോളമായിരുന്നു എന്ന് ലോകം കണ്ടു. നേപ്പാളിന്റെ പ്രക്ഷോഭം ജനങ്ങളുടെ യഥാർത്ഥ വികാരത്തിന്റെ പ്രതിഫലനമായിരുന്നോ, അല്ലെങ്കിൽ പിന്നിൽ ഡീപ് സ്റ്റേറ്റ് പ്രവർത്തനമാണോ? ഇപ്പോൾ പലരും ഓർക്കുന്നത് കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിൽ സംഭവിച്ചത്. അവിടുത്തെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. പിന്നീട് അത് കലാപമായി. സൈന്യം തന്നെ ജനങ്ങളെ പിന്തുണച്ചു. ഒടുവിൽ സർക്കാർ വീണു. ശ്രീലങ്കയിലും അതുപോലെ ഒരേപോലെ സംഭവിക്കുന്നത് യാദൃശ്ചികമെന്ന് പറയാൻ സാധിക്കുമോ? നേപ്പാൾ ചൈനയുടെ അടുത്തു പോകുന്നുവെന്ന സൂചനകൾ അമേരിക്കയ്ക്കും ഡീപ് സ്റ്റേറ്റിനും വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നേപ്പാൾ സർക്കാർ നിലനിർത്താൻ സമ്മതമുണ്ടായിരുന്നില്ല. പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ നൽകി. ജനങ്ങളുടെ ശക്തിയെന്ന് അവർ വിളിച്ചു. പക്ഷേ പിന്നിൽ നിന്നത് തികച്ചും വേറെയായിരുന്നു. ജനങ്ങൾ സോഷ്യൽ മീഡിയക്കായി തെരുവിലിറങ്ങി. പക്ഷേ അവരുടെ പുറകിൽ വലിയൊരു ശക്തി കൂടെ നിന്നിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ പലരും എഴുതി, നേപ്പാളിൽ ജനാധിപത്യം അവസാനിച്ചു. പക്ഷേ വാസ്തവത്തിൽ സോഷ്യൽ മീഡിയ നിരോധിച്ചതോടെ ജനാധിപത്യം അവസാനിച്ചതല്ല, മറിച്ച് സർക്കാരിന്റെ തെറ്റായ നീക്കവും പിന്നിലുണ്ടായിരുന്ന അന്താരാഷ്ട്ര രാഷ്ട്രീയവും ചേർന്ന് സർക്കാരിനെ വീഴ്ത്തുന്നതുമായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ നേപ്പാൾ മാത്രമല്ല, ഏഷ്യയിലെ പല രാജ്യങ്ങളിലും ഒരേപോലെ സംഭവിക്കുന്നു. ആദ്യം വിദ്യാർത്ഥികൾ പ്രക്ഷോഭം തുടങ്ങുന്നു. അത് കലാപമായി മാറും. പിന്നെ സൈന്യം ഇടപെടും. ഒടുവിൽ സർക്കാർ വീഴും. ഇതൊരു പാറ്റേണായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പലരും ഭയപ്പെടുന്നു, ഇതേ മോഡൽ ഇന്ത്യയിലും ആവർത്തിക്കുമോ? കാരണം ഇന്ത്യയിൽ പോലും വലിയൊരു ജനസംഖ്യ ജൻസി വിഭാഗത്തിലാണ്. തൊഴിലില്ലായ്മ, അഴിമതി, ബന്ധുപ്രത്യേകാധികാരം, രാഷ്ട്രീയക്കാരുടെ ആഡംബര ജീവിതം, ഇതെല്ലാം ആളുകളെ ഇതിനകം തന്നെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്ത് വെറും വിനോദത്തിനായിട്ടുള്ളതല്ല. അത് ജനങ്ങളുടെ ഒരു ശക്തിയാണ്. അവരുടെ വാക്ക് സ്വാതന്ത്ര്യത്തിന്റെ ആയുധമാണ്. അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് തീപിടിച്ച പെട്രോൾ സ്റ്റേഷനിലെ തീയേറ്റുന്നത് പോലെയാണ്. നേപ്പാളിൽ നടന്ന സംഭവം ഇന്ത്യക്കും ഒരു മുന്നറിയിപ്പാണ്. സർക്കാരുകൾക്കായി ഏറ്റവും വലിയ പാഠം: ജനങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങളും സ്വതന്ത്രങ്ങളെയും നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങളെ. കാരണം അത് ഇന്നത്തെ തലമുറയുടെ ഭക്ഷണവും വെള്ളവും പോലെ ആവശ്യമുള്ള ഒന്നാണ്. ഒടുവിൽ പറയാനുള്ളത്, നേപ്പാളിന്റെ സർക്കാർ വീണത് വെറും സോഷ്യൽ മീഡിയ നിരോധനത്തോടെയല്ല, അത് വെറും തുടക്കമായിരുന്നു. യഥാർത്ഥ കാരണങ്ങൾ വർഷങ്ങളായി കൂടിക്കിടക്കുന്ന അഴിമതി ജനങ്ങൾ അവയെ സഹിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയ നിരോധിച്ചതോടെ അത് പൊട്ടിത്തെറിച്ചു. സർക്കാരിന്റെ തെറ്റായ നീക്കങ്ങൾ ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായി നഷ്ടമാകുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നെപ്പോ ബേബി ഹാഷ്ടാഗുകൾ ട്രെൻഡ് ചെയ്തപ്പോൾ അത് രാഷ്ട്രീയ കുടുംബങ്ങളുടെ പിറന്നവർക്കെതിരായ പൊതുജനങ്ങളുടെ കോപം പ്രകടിപ്പിച്ചു. വിദ്യാർത്ഥികളും യുവാക്കളും തെരുവിലിറങ്ങിയപ്പോൾ അവരുടെ പുറകിൽ സാധാരണ ജനങ്ങളും ചേർന്നു. ഇപ്പോൾ നേപ്പാൾ ഒരു വഴിത്തിരിവിലാണ്. സർക്കാർ മാറി, പക്ഷെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാറിയിട്ടില്ല. തൊഴിലില്ലായ്മ ഇപ്പോഴുമുണ്ട്, അഴിമതിയും ഉണ്ട്. സോഷ്യൽ മീഡിയ തിരികെ വന്നാലും ആ പ്രശ്നങ്ങൾ മാറുകയുമില്ല. എന്നാൽ ജനങ്ങൾ ലോകത്തോട് തെളിയിച്ചു, വാക്കു സ്വാതന്ത്ര്യം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന സർക്കാരുകൾ നിലനിൽക്കില്ല എന്ന്. ഇത് നേപ്പാളിലെ ജനങ്ങളുടെ വിജയമാണോ, അതല്ലെങ്കിൽ അന്താരാഷ്ട്ര ശക്തികളുടെ കളിയുടെ ഒരു ഭാഗമാണോ? അതിനെക്കുറിച്ച് ഇപ്പോഴും സംശയങ്ങൾ തുടരുന്നു. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഉണ്ടാക്കിയതാണ് ജനാധിപത്യം. അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാവണമെന്ന് ലോകത്തിന് അവർ തെളിയിച്ചു.